സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം കടുപ്പിച്ച് അവർ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടെ ആശമാരുടെ സമരം പരിഹാരമാകാതെ തുടരുന്ന സാഹചര്യത്തിലും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര വിവാദമാകുന്നു. ഡൽഹിയിൽ ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നുവെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത്. എന്നാൽ ക്യൂബൻ പ്രതിനിധി സംഘത്തെ സ്വീകരിക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയാണ് മന്ത്രി നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. ഡൽഹിയിലെത്തിയ മന്ത്രി നടത്തിയ പ്രതികരണം തന്നെ ഇതിന് തെളിവാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ആശമാരുടെ സമരത്തിനൊരു പരിഹാരം ഉണ്ടാകും, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ യാത്ര ഡൽഹിയിലേക്ക് എന്ന് കരുതിയിരുന്നവർക്ക് തെറ്റിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിയെ കാണുന്നതിനായി അല്ല എന്നാണ് ഇപ്പോൾ വീണ ജോർജ് അറിയിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, ഒരു ക്യൂബൻ പ്രതിനിധി സംഘത്തെ സ്വീകരിക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയ്ക്കായാണ് തങ്ങൾ എത്തിയത് എന്നും പറയുന്നു. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ലോണി, ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം, ഒപ്പം ആരോഗ്യമന്ത്രിയും മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ആശാപ്രവർത്തകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഒപ്പം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ച JP നദ്ദയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിക്കുകയോ അതിന് മുൻകൂട്ടി അനുമതി വാങ്ങുകയോ ചെയ്യാതെയാണ് വീണ ജോർജ് എത്തിയിട്ടുള്ളത്. മറ്റ് ചില പരിപാടികൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ ക്യൂബൻ പ്രതിനിധി സംഘവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിനും അവരെ സ്വീകരിക്കുന്നതിനുമായുള്ള മുൻകൂട്ടി നിശ്ചയിച്ച തീയതിയിലുള്ള യാത്രയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് നടത്തിയിട്ടുള്ളത്. പക്ഷേ ആശാപ്രവർത്തകരുടെ സമരം വലിയ രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ, ഒപ്പം ഇന്നലെ നടന്ന ചർച്ചയിൽ യാതൊരു തരത്തിലും സമവായത്തിലേക്ക് എത്താൻ സാധിക്കാത്തതോടെ ആരോഗ്യമന്ത്രിയുടെ യാത്ര, വീണ ജോർജിന്റെ ഡൽഹി യാത്ര, അത് ആശാപ്രവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് എന്ന പ്രചരണം നടത്തുകയായിരുന്നു. അത് വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ ജോർജ് എത്തിയിട്ടുള്ളത് ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച മുൻകൂട്ടി നിശ്ചയിക്കാതെ അതിന് സമയം തേടാതെയാണ്. നിലവിൽ ഡൽഹിയിലെത്തിയ ശേഷം, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ പാർലമെന്റ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് എത്രത്തോളം ആ സമയം ലഭിക്കും, ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം മന്ത്രിയുടെ പ്രതികരണം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും വീണ്ടും ഈ ആശാപ്രവർത്തകരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാണ് ഈ സമരത്തിന് പിന്നിൽ ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം തന്നെ ആശമാരുടെ സമരത്തെ അത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ നടത്തിയിരുന്നു. അതിപ്പോൾ വീണ ജോർജ് ഡൽഹിയിലും ആവർത്തിച്ചിരിക്കുകയാണ്. സമരത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വളരെ ചുരുക്കം ചില ആശമാർ മാത്രമാണ് സമരം ചെയ്യുന്നതെന്ന് പറയുന്നു. ഒപ്പം വലിയ ചോദ്യങ്ങൾ ആരോഗ്യമന്ത്രിക്ക് മുൻപിൽ ഉയർന്നിരുന്നു. ഏറ്റവും പ്രധാനം ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ആശാപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പൂർണ്ണമായും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ എന്താണ് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രസക്തി എന്ന ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് വീണ ജോർജ് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനം മാത്രം വരുമാനം കൂട്ടിയാൽ മതിയോ, അത് കേന്ദ്രത്തിന് അതിൽ യാതൊരു തരത്തിലുമുള്ള പങ്കില്ല എന്ന ചോദ്യമാണ് വീണ ജോർജ് തിരിച്ചു ചോദിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. അതിൽ വ്യക്തമായി പറഞ്ഞത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതായത് ആശാപ്രവർത്തകരുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ കുടിശ്ശികയും കേരളത്തിന് പൂർണ്ണമായും നൽകിയിട്ടുണ്ട്. യാതൊരു തരത്തിലും കുടിശ്ശിക ബാക്കിയില്ല, പൂർണ്ണമായ പണം കേരളത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ നൽകിയ പണം വിനിയോഗിച്ചതിൻ്റെ കണക്കുകൾ തിരിച്ച് കേന്ദ്രത്തിന് ലഭിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി പാർലമെന്റിനകത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നൽകിയിരുന്നു. ഇതിനോടുള്ള ചോദ്യവും വീണ ജോർജിന് നേരെ ഉയർത്തിയിരുന്നു. അതായത് ഈ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലെ വസ്തുത എന്താണ്, കേരളം കണക്കുകൾ തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന ചോദ്യത്തിനും ഈ വിവരങ്ങൾ നിയമസഭയ്ക്ക് മുൻപിൽ ടേബിൾ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ കണക്കുകൾ നൽകിയിട്ടുണ്ട് എന്നോ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഇനി എത്ര തുക നൽകാനുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പോലും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറായിട്ടില്ല. അതായത് തീർച്ചയായും ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട ചർച്ച എന്നതിനപ്പുറത്തേക്ക് മറ്റ് മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികൾക്ക് വേണ്ടിയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ യാത്രയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രോഹിണി. ശരി ജിഷ്ണു, ആശമാരുടെ സമരം പരിഹാരമാകാതെ തുടരുന്നതിനിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര വിവാദമാകുന്നു. ഡൽഹിയിൽ ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നുവെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത്. എന്നാൽ ക്യൂബൻ പ്രതിനിധി സംഘത്തെ സ്വീകരിക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയാണ് മന്ത്രി നടത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. സമയമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച
നടത്തും എന്നുള്ള വാക്കുകളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങൾക്ക് മുൻപാകെ ഉണ്ടായത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.